മെയ് മാസം 25-ന് അറബിക്കടലിൽ മുങ്ങിത്താഴുന്ന MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ അത് അറബിക്കടലിൽ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതവും മത്സ്യസമ്പത്തിന് വിനാശവും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെയും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇപ്രകാരം കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം കപ്പൽ കമ്പനികൾ നൽകാറുണ്ട്. എന്നാൽ ഈ കപ്പൽ അപകടം ഉണ്ടായതിനു ശേഷം 17 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഗവൺമെന്റ് ഒരു FIR പോലും ഇടാനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയും അഴിമതിയും നടന്നിട്ടുണ്ട്. അറബിക്കടല് നീല സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമായി ഇനി ചരക്ക് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുക. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നത് ഒഴിവാക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. അതിനുവേണ്ടിയാണ് ഈ കപ്പൽ അപകടം ഉണ്ടായിട്ടും ഇത് മത്സ്യസമ്പത്തിനെ എപ്രകാരം ബാധിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിദഗ്ധ വിശദമായ പഠനം നടത്താൻ സർക്കാർ വൈമനസ്യം കാട്ടിയത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം കൊടുത്തത് കേവലം 1000 രൂപയും 6 കിലോ അരിയും മാത്രമാണ് സർക്കാർ നഷ്ടപരിഹാരമായി കൊടുത്തത്. വലിയ നഷ്ടപരിഹാരം കപ്പൽ കമ്പനികളിൽ നിന്ന് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഉയർത്തുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, മത്സ്യസമ്പത്തിന് വരുത്തുന്ന വിനാശകരമായിട്ടുള്ള സാഹചര്യം, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിക്കുന്നത്, ഇതെല്ലാം കാണിച്ചുകൊണ്ട് വലിയ ഓരോ നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ നിന്ന് സർക്കാരിന് വാങ്ങിക്കാൻ കഴിയുന്നു. എന്നാൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്രീ ശ്യാം ജഗന്നാഥും അവർ 3 പേർ മാത്രം കൂടിയെത്തിയ ഒരു ചർച്ചയിൽ ഇപ്രകാരം കേസിന് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും സ്വീകരിച്ചത്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അഴിമതിയുണ്ട്. അതിന്റെ മീറ്റിംഗിന്റെ മിനിറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഈ കപ്പൽ കമ്പനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണെന്നും ഈ കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖമായി നല്ല ബന്ധമാണെന്നും ഈ കമ്പനിയുടെ സഹായം വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടർ പ്രവർത്തനത്തിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് നിയമ നടപടികൾ ഒഴിവാക്കി അനുരഞ്ജന മാർഗത്തിലൂടെ സഹായം നഷ്ടപരിഹാരം തേടാം എന്നുള്ളൊരു നിലപാടാണ് ആ സമിതി സ്വീകരിച്ചത്. ഇത് തീർച്ചയായിട്ടും അപ്രകാരം മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിയും ഡയറക്ടർ ഷിപ്പിംഗും ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. അത് മന്ത്രിസഭയുടെ തീരുമാനമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരെ ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഇപ്രകാരം ഒരു തീരുമാനമെടുത്തതിന്റെ പിന്നിലെ അഴിമതിയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, അദാനിയും ഈ ഷിപ്പിംഗ് കമ്പനിയും അവർ പാർട്ട്ണർമാരാണ്. അദാനി കേരളത്തിന്റെ പാർട്ട്ണർ എന്ന് തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞുവെങ്കിൽ അദാനിയുടെ പാർട്ട്ണർമാരാണ് MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനി. ഗുജറാത്തിലെ മുദ്ര പോർട്ടിലും ചെന്നൈയിലെ എന്നൂർ പോർട്ടിലും ഈ MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനി അദാനിയുടെ ആ സംരംഭത്തിൽ പങ്കുചേരുന്ന കമ്പനിയാണ്. അതുകൊണ്ട് ആ കമ്പനിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി, കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടി, അതുവഴി അദാനിയെ സഹായിക്കുന്നതിന് വേണ്ടി ആണ് ഗവൺമെന്റ് ഇപ്രകാരം ഒരു തീരുമാനമെടുത്തത്. ഇതിന്റെ പിന്നിലെ അഴിമതിയെ കുറിച്ചും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. മാസപ്പടി വിവാദത്തിൽ മാസപ്പടി കർത്ത ഒരു ചെറിയ മീനാണെങ്കിൽ ഇവിടെ അദാനിയും MSC ഷിപ്പിംഗ് കമ്പനിയും ഒരു നീല തിമിംഗലമാണ്. ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണം. ഇതിന്റെ പിന്നിലെ അഴിമതി സാധ്യതയെ കുറിച്ചും അന്വേഷിക്കേണ്ടതായിട്ട്. മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവൺമെന്റും മത്സ്യത്തൊഴിലാളികളോട് കടുത്ത വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത്. മത്സ്യബന്ധനം തന്നെ ഒഴിവാക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ മറവിൽ കടൽ മണൽ ഖനനവും ഒരുപക്ഷെ കപ്പൽ ചാലന ആഴം കൂട്ടുന്നതിന് വേണ്ടി അതിന്റെ ഭാഗമായും കടൽ മണൽ ഖനനത്തെ കാണുവാനും, അതോടൊപ്പം തന്നെ ഈ അടുത്ത നാളിലാണ് തീരക്കടലിൽ നിന്ന് പൊന്തുവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം നിരോധിക്കുന്നതിനുള്ള നീക്കം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്.
ഇതൊക്കെ കൂടി കണക്കാക്കുമ്പോൾ അറബിക്കടലിൽ നിന്നും മത്സ്യബന്ധനം ഒഴിവാക്കി അറബിക്കടലിനെ ഒരു വ്യാപാര അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്കിന് വേണ്ടി ചരക്ക് ഗതാഗതത്തിനു വേണ്ടി മാറ്റി തീർക്കുക എന്നുള്ള ഒരു ഗൂഢാലോചന ഇതിന് വലിയ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും ഈ ഗൂഢാലോചനയെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും മതിയായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അറബിക്കടലിൽ കപ്പൽ അപകടത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കൊരു നഷ്ടപരിഹാരം അനുവദിച്ചിരുന്നു. അതായത് 1000 രൂപയും 6 കിലോ അരിയും. ഇത് നൽകാൻ വേണ്ടി സർക്കാർ ഈ 1000 രൂപ വെച്ചുള്ള നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി സർക്കാരിന് 10.55 കോടി രൂപയും 6 കിലോ അരി നൽകുന്നതിന് വേണ്ടി 30 ലക്ഷം രൂപയും ചെലവായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു അഴിമതിയുണ്ട്. അതായത് പ്രതിവർഷം 1200 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മത്സ്യ കയറ്റുമതിയിലൂടെ ഖജനാവിലേക്ക് ലഭിക്കുക. ഇപ്രകാരം 1200 കോടിയിലധികം രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഖജനാവിലേക്ക് നൽകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കേവലം തുച്ഛമായിട്ടുള്ള 1000 രൂപയാണ്. അത് ഒരു ദിവസത്തെ അവരുടെ വേതനം പോലും അതിൽ വരുന്നില്ല. ഇത് സർക്കാർ ഇപ്രകാരം കുറഞ്ഞ നഷ്ടപരിഹാരം നിശ്ചയിച്ചതാണ്. ഷിപ്പിംഗ് കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ നഷ്ടപരിഹാരം നൽകേണ്ടത് ഷിപ്പിംഗ് കമ്പനിയാണ്. അപകടമുണ്ടായ കപ്പലിന്റെ ഉടമസ്ഥതയുള്ള ഷിപ്പിംഗ് കമ്പനിയാണ് അത് വരുത്തിയ അപകടം വരുത്തി വെച്ച പാരിസ്ഥിതിക ആഘാതത്തിനും മത്സ്യസമ്പത്തിന്റെ നാശത്തിനും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിനുമൊക്കെയുള്ള നഷ്ടപരിഹാരം നൽകേണ്ടത് ഈ ഷിപ്പിംഗ് കമ്പനിയാണ്.